ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ പോലും അച്ഛൻ പോയി എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ പലരും ആ കമ്മ്യൂണിറ്റി പോസ്റ്റിന് അടിയിൽ വന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾ തന്നെ പറഞ്ഞപ്പം നമ്മുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് അന്ന് മരണപ്പെടുന്നതിൻ്റെ അന്നും വൈകിട്ട് കോൾ വിളിക്കുകയും അമ്മയും മൃദുലയായിട്ട് അന്ന് 12 മണി വരെയും വീഡിയോ കോൾ ചെയ്ത അച്ഛൻ പിറ്റേന്ന് നാളെ തൊട്ടില്ല എന്നുള്ളൊരു വാർത്ത, അതൊന്നും നമുക്ക് ഈ ഒരു നിമിഷം വരെ ഉൾക്കൊള്ളാനായിട്ട് മനസ്സുകൊണ്ട് ഇതുവരെയിട്ടും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ വയ്യാതെ കിടന്നൊരു വ്യക്തിയോ അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും അത് ഉൾക്കൊള്ളാം. വയ്യാതെ കിടന്നിരുന്ന ഒരാളാണ്. ഇതിപ്പം നല്ലോണം ഇരുന്നൊരു വ്യക്തി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഇല്ല എന്ന് പറയുമ്പം അത് എനിക്കും വെക്കും അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എല്ലാത്തിനും. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാവുന്ന കാര്യമോ, എല്ലാ കാര്യത്തിനും താങ്ങും തണലായിട്ട് നിന്നിരുന്നൊരു ആളാണ് അച്ഛൻ. അപ്പോൾ നമുക്കെന്നും അതൊരു എന്തു പറയുന്നത് നഷ്ടമെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. അതൊക്കെ ചെറുതായി പോകും. കാരണം അത്രയ്ക്കും എൻ്റെ അത്രയ്ക്കും ഡൗൺ സൈഡിൽ എൻ്റെ കൂടെ ഒരു മെൻ്റൽ സപ്പോർട്ടായിട്ട് ഓൾ നോളായിട്ട് നിന്നൊരാളാണ്. അപ്പോൾ എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സത്യം പറയല്ല, എന്തോ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അച്ഛൻ എന്ത് പറ്റിയെന്ന് അറിയാനായിട്ട് കുറേ പേര് അതായത് ബുദ്ധിമുട്ട് നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള ഒരാളല്ല. അപ്പോൾ അത്ര ആരോഗ്യമായിട്ടുള്ള ഒരാളാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഒരു പെട്ടെന്ന് അച്ഛൻ മരിക്കുമ്പോൾ നിങ്ങൾക്കത് ഒരുപാട് പേർക്ക് എന്താണ് അച്ഛൻ പറ്റിയെന്ന് അറിയണമെന്നുള്ള ഇതുണ്ട്. അത് മാത്രമല്ല കുറേ വീഡിയോയിൽ എന്തിനാണ് അങ്ങനെ പറയണമെന്ന് എനിക്കറിയത്തില്ല. പലരും പലതാണ് പറയണത്. എന്താണ് സത്യമെന്ന് പോലും അറിയാതെ വെറുതെ വായി വന്നത് വിളിച്ച് പറഞ്ഞ് വീഡിയോ ആക്കുന്ന കുറേ ആൾക്കാർ. അപ്പോൾ അതിനൊക്കെ ഒരു ക്ലാരിറ്റി. 14-ാം തീയതിയാണ് അച്ഛൻ മരണപ്പെടുന്നത്. 14-ാം തീയതി വെളുപ്പിനെയാണ്. അച്ഛനെ എല്ലാവരും വീഡിയോയിൽ കാണുമ്പോൾ അച്ഛൻ വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരാളാണ്. പക്ഷെ അച്ഛന് 9 വർഷം മുമ്പ് ഒരു തവണ അറ്റാക്ക് വന്നിട്ടുള്ളതാണ്. 9 വർഷം മുമ്പ്. എനിക്ക് അതൊക്കെ ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സ്നേഹിക്കുന്ന സമയത്താണ് ബ്രദർ എൻ്റെ അടുത്ത് പറയണേ. അത് ഗൾഫിൽ വെച്ചിട്ടായിരുന്നു. അച്ഛൻ പുറത്ത് ഡ്രൈവറായിരുന്നു, പുറത്ത് ഹെവി ഡ്രൈവറായിരുന്നു പുറത്ത്. അപ്പം അച്ഛൻ ഏതാണ്ട് എത്ര കൊല്ലം ഗൾഫിലായിരുന്നു? 4 പഠിക്കുമ്പോൾ പോയതാണ്. പിന്നെ ചേച്ചി ഡെലിവറി സമയത്താണ് വരുന്നത്. ചേച്ചിയുടെ ഫസ്റ്റ് ഡെലിവറി സമയത്ത് ഇത് ഫുള്ള് ഗൾഫിൽ വെച്ചായിരുന്നു. അന്ന് അറ്റാക്ക് വന്ന സമയത്ത് ഫുള്ള് ഗൾഫിലായിരുന്നു. മറ്റേ 2 സ്റ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു ബ്ലോക്കിൻ്റെ. അത് അച്ഛൻ ഇന്ന് ഉച്ചയ്ക്ക് മറ്റേ ലിവിഗ്രിൽ എന്ന് പറഞ്ഞൊരു ഗുളിക കഴിക്കുമായിരുന്നു, ബ്ലഡ് ക്ലോട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് മുടങ്ങാതെ. പിന്നെ അച്ഛന് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ടെങ്കിലും വലിയ പ്രശ്നമായിട്ടൊന്നുമില്ല. ഷുഗർ അച്ഛന് പാരമ്പര്യമായിട്ടുണ്ട്. പണ്ടുതൊട്ടുണ്ട് അച്ഛൻ രാവിലെയും വൈകിട്ട് ഇൻസുലിൻ എടുക്കും. പറ്റിയില്ലെങ്കിൽ ഒരു നേരമായാലും അച്ഛൻ ഇൻസുലിൻ എടുക്കും. 30-35 അച്ഛൻ ഇൻസുലിൻ എടുത്തുകൊണ്ടിരിക്കും. അച്ഛൻ നല്ല ഷുഗർ ഉണ്ട്. അപ്പോൾ അച്ഛൻ ഇത്രയും ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അതായത് അച്ഛൻ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ചിലപ്പോൾ അത് നമ്മൾ ആർക്കും വീഡിയോയിലൊന്നും അറിയത്തില്ല. ഷുഗർ അല്ലെങ്കിൽ കൊളസ്ട്രോള്, 2 ബ്ലോക്ക് ഉണ്ട്. അതിൻ്റെ പിന്നെ ഗൾഫിൽ വെച്ച് തന്നെ അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് 2 സ്റ്റഡ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ആ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ നാട്ടിൽ വന്നതും പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല. അത് അതിൻ്റെ ഇത് പിന്നെ എന്താ പറയുക, അതിൻ്റെ ഓപ്പറേഷൻ കാര്യങ്ങളെല്ലാം ഗൾഫിൽ വെച്ച് തന്നെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അച്ഛൻ അങ്ങോട്ട് തിരിച്ചു പോയിട്ടില്ല. പിന്നെ നാട്ടിൽ തന്നെയായിരുന്നു. നാട്ടിൽ ചെറിയ ബിസിനസ്സും റിയൽ എസ്റ്റേറ്റ് ഒക്കെ ആയിട്ട് അച്ഛൻ നാട്ടിൽ തന്നെയായിരുന്നു. കുറച്ച് നാള് ചേട്ടനോട് ബാംഗ്ലൂരായിരുന്നു ഗ്രാനൈറ്റിന്റെ ബിസിനസ് ഒക്കെ. പിന്നെ അത് കഴിഞ്ഞ് നാട്ടിൽ വന്ന് കൊറോണ സമയത്ത് നാട്ടിൽ വന്ന് ഞങ്ങൾ പശുവിനെ ഒരു 4-5 പശു ഉണ്ടായിരുന്നു. പശുവിനെ വളർത്തുമായിരുന്നു. പോസ്റ്റ്മോർട്ടം ചെയ്തായിരുന്നു. കാരണം അച്ഛൻ വീട്ടിൽ ഒറ്റയ്ക്കേ ഉള്ളായിരുന്നു. അമ്മ മാർച്ച് 1-ാം തീയതി നമ്മുടെ കൂടെ വന്ന്. അച്ഛൻ തന്നെ അങ്ങ് തെമ്മലെ കൊണ്ടാക്കിയതും നമ്മൾ വന്നതും. നമ്മളെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഈ അച്ഛനായാലും അമ്മയായാലും നമ്മുടെ കൂടെ തന്നെയാണ്. അത് കുറച്ച് നാൾ ഇവിടെ അങ്ങനെ മാറി മാറി രണ്ടുപേരും നിന്നിരുന്നത്. അമ്മ ചിലപ്പോൾ ഒരു 10 ദിവസം നിൽക്കും. അത് കഴിയുമ്പോൾ അച്ഛൻ വരും. 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അമ്മയായിട്ട് ഒന്നിച്ചങ്ങ് തിരിച്ചു പോകും. എന്ത് ഹാപ്പി ആയിട്ട് പോയെന്നറിയാം. അന്ന് വളരെ സന്തോഷത്തോടു കൂടി വണ്ടിയിൽ, അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, വണ്ടിക്ക് മൈലേജ് ഇല്ലെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അച്ഛൻ പോകുന്ന വഴി മൊത്തം എനിക്ക് വാട്സപ്പ് ചെയ്താൽ കണ്ടോ 17 ആയി 18 ആയി മൈലേജ് ഇത്രയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്തോ നമ്മുടെ അടുത്ത് ഈ മരണപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് അച്ഛൻ ഇങ്ങനത്തെ ഒരു ശ്വാസം മുട്ടൽ എന്തോ ഉണ്ടായിരുന്നു ഇങ്ങനെ അടുത്തുള്ള അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് പറയുന്നത്. പക്ഷെ അത് എന്തോ നമ്മുടെ അടുത്ത് പറയാഞ്ഞത് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം മേ ബി ചിലപ്പോൾ നമ്മളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചാണോ, അല്ലെങ്കിൽ ചിലപ്പോൾ അച്ഛൻ അത്ര സീരിയസ് എടുക്കാത്തതാണോ എന്തൊന്നും അറിയത്തില്ല. പക്ഷെ അസുഖം വന്ന ആശുപത്രി പോകുന്നൊന്നും ഇഷ്ടമല്ല. എന്നാൽ കറക്റ്റ് മെഡിസിൻ എടുക്കുമോ, പക്ഷെ അതിനൊക്കെ ഒരു ലേസി ആയിട്ടുള്ള ആളാണ്. അമ്മയാണ് അച്ഛന് മരുന്ന് എടുത്തു കൊടുക്കുന്നതും എല്ലാ കാര്യം നിർബന്ധിച്ച് കഴിപ്പിക്കുന്നതും. കാരണം അങ്ങനത്തെ ആശുപത്രി പോകാനായിട്ട് മടിയുള്ള ഒരു വ്യക്തി. പക്ഷെ എന്നാലും അച്ഛൻ ആശുപത്രി പോയിട്ടുണ്ടല്ലേ? ആശുപത്രി പോയി ECG ഒക്കെ തെമ്മല ആശുപത്രി പോയ ECG ഒക്കെ എടുത്ത്, എന്നിട്ടും വേറെ ആരോടൊക്കെയോ പറഞ്ഞേക്കുന്നു ആശുപത്രി പോയാൽ ചിലപ്പോൾ എന്നെ അഡ്മിറ്റ് ആക്കിയാലോ, എനിക്ക് തിങ്കളാഴ്ചത്തെ എഗ്രിമെന്റ്. അത് അച്ഛന് മെയിൻ ആയിരുന്നു. എഗ്രിമെന്റ് മെയിൻ ആയിരുന്നു. തിങ്കളാഴ്ചത്തെ അഗ്രിമെന്റ് അത് മുടങ്ങും, അഗ്രിമെന്റിൽ പോകണം. അച്ഛനത് മാറി, ബുദ്ധിമുട്ടൊന്നുമില്ല, തിങ്കളാഴ്ച അങ്ങ് വന്നോളാം, അവിടെ വന്ന് നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാം. വീഡിയോ എടുക്കാൻ ഇഷ്ടമായിരുന്നു. അച്ഛൻ തന്നെ ഇങ്ങോട്ട് പറയാം നമുക്ക് ഈറ്റിംഗ് ചലഞ്ച് ഒക്കെ എടുക്കണം,
നമുക്ക് യോഗ ചലഞ്ചിന്റെ ഒക്കെ എടുക്കണമെന്നൊക്കെ അച്ഛൻ കൊണ്ട് പറയായിരുന്നു. അച്ഛൻ അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാത്രമല്ല അച്ഛന് കൊച്ചുമക്കളെ ഭയങ്കര ഇഷ്ടം, ജീവന. അക്കി എന്ന് പറഞ്ഞാൽ അച്ഛൻ, അക്കി ആയാലും അൻപായാലും എപ്പോഴും ഇവിടെ വരുമ്പം ആ സ്കൂട്ടിയുടെ മുകളിൽ അക്കി വെച്ചുകൊണ്ട് കറക്കം. കുഞ്ഞിന്റെ അടുത്ത് അമ്പുന്റെ അടുത്തും പറയുന്നത് അങ്ങനെ, കമ്പൂട്ടായി വാങ്ങിക്കുമ്പോ അച്ഛൻ അക്കിയൊക്കെ ഇവിടെ വന്ന സ്കൂട്ടിയിൽ ഫ്രണ്ടിലും വെച്ചുകൊണ്ട് കമ്പൂട്ടായും. ഞാൻ ഇങ്ങനെ പറയാം, നമുക്ക് ഒരു മോൻ മതി, ഒരെണ്ണം മതി എന്ന് പറയുമ്പോൾ അച്ഛൻ അതൊന്നും പറയത്തില്ല. ഈ റൂമിനകത്ത് മൊത്തം പിള്ളേർ ഓടി കളിക്കണം, ഇവിടെ 3 മക്കളായാലും വേണം എന്ന് അച്ഛൻ ഇങ്ങനെ കളിയിൽ പറയാം. അച്ഛൻ കണ്ട് എനിക്ക് എന്റെ കുഞ്ഞിനെയും കണ്ട് എനിക്ക് വീടാവുന്നതും, ചേച്ചിക്ക് സമയത്ത് വീടായല്ലോ, നമ്മുടെ നല്ലൊരു സമയം കണ്ടിട്ട് അച്ഛൻ പോയത്. 51 വയസ്സേ ഉള്ളൂ. 50 ഇപ്പൊ മെയ് ആവുമ്പോ മെയ് 16 അച്ഛൻ 50. മരിക്കുന്നതിന്റെ അന്ന് വൈകിട്ട്, അത് മരിക്കുന്നതിന്റെ തലേന്ന് രാത്രി, അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ വൈകിട്ട് വിളിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് ഭയങ്കര സന്തോഷത്തോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, സ്ഥലക്കച്ചവടം പറഞ്ഞു, എല്ലാവരും തമിഴ്നാട്ടിൽ പറഞ്ഞാൽ റെഡി ആയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു. ഞാൻ തിങ്കളാഴ്ച ഞാൻ അങ്ങോട്ട് വരുക, കുറച്ച് ചലഞ്ച് ഒക്കെ എടുക്കണം. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോയിൽ വരുന്നതും, വീഡിയോയിൽ നിങ്ങൾ ഇരുന്ന് കമന്റ്സ് ഒക്കെ വായിക്കും. കറക്റ്റ് 6 മണിയാകുമ്പോൾ അച്ഛൻ ഇരുന്ന് കാണുകയും ചെയ്യും. അന്ന് പൊങ്കാല വീഡിയോ അന്ന് തന്നെ ഇടുന്ന നിർബന്ധിച്ച് അമ്മയെടുത്ത് വിളിച്ചും അന്ന് തന്നെ ഇടാൻ പറ, എന്നാലേ എല്ലാവരും കാണത്തുള്ളൂ, അന്ന് തന്നെ ഇടാൻ പറയാ, കുറേ വട്ടം പറഞ്ഞു. വാട്ടർ ബ്രേക്ക് ആയപ്പം പോലും എനിക്ക് വണ്ടി പോലും ഓടിക്കാൻ കൈ വറയ്ക്കുമായിരുന്നു. അന്നൊക്കെ അന്നെല്ലാം മുമ്പിൽ നിന്ന് എല്ലാ കാര്യത്തിനും ഒരു താങ്ങായിട്ട് നിന്നത് അച്ഛനാണ്. അന്ന് അച്ഛന് സന്തോഷമായിരുന്നു. വാട്ടർ ബ്രേക്ക് ആയിട്ട് നമുക്ക് വിഷമമെങ്കിലും കുഞ്ഞിനെ കാണാമല്ലോ എന്നുള്ള, എന്നാലും എൻ്റെ കുഞ്ഞിനെ കണ്ടിട്ട് അച്ഛൻ പോയത്. വീട് നോക്കാൻ എനിക്ക് നമ്മളിവിടെ പാലാടി നിൽക്കുമ്പം ഞാൻ ഒരുങ്ങുന്നതിന് മുമ്പ് അച്ഛൻ വന്ന് ഒരുങ്ങിയിരിക്കും. പോണ്ടേ, നമുക്കിന്ന് പോണ്ടേ, എത്ര വീടാണ് കണ്ടതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല. അച്ഛപ്പം പറയാം, എടാ ഇങ്ങനെയാണ് എൻ്റെ അടുത്ത് അന്നും പറയണം, വീടിങ്ങനെ ഒരു വീട് പോലും റെഡിയാവാതെ ഇങ്ങനെ ഇരിക്കുമ്പം അച്ഛൻ പറയും, എടാ കല്യാണം പോലെയാണ് ഒരു വീടും എന്ന് പറയുന്നത്, അത് റെഡിയാവും, അത് നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടതാ, പിന്നെ ഒന്നും നോക്കരുത്, നമുക്ക് വാങ്ങിച്ചേക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു. നമ്മുടെ ലൈഫിലെ ഏറ്റവും മോശമായിട്ടുള്ള സമയത്ത് കൂടെ നിന്ന ആൾക്കാരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. രാത്രി മൊത്തം അമ്മയുടെ ഫോൺ സംസാരിച്ചതുകൊണ്ട് അമ്മയും വിചാരിച്ചു നേരം കിടന്ന് ഉറങ്ങട്ടെ, ചേച്ചി ലേറ്റ് ആയിട്ടല്ലേ എനിക്കത്തുള്ളൂ. ഞാൻ കളിയാക്കും, ഞാനും അന്നും കളിയാക്കി, നിങ്ങളെന്തോ ഇപ്പൊ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ, അങ്ങ് ഇനിയില്ലാതെ ഭയങ്കര രാത്രി അമ്മയും അച്ഛനും ഉറങ്ങുമ്പോൾ ഏതാണ്ട് 1 മണിയാവും. കാരണം അത്രയും നേരം ഒരു വീഡിയോ കോളിൽ ഇങ്ങനെ ചിരിച്ചും കളിച്ചും സംസാരിച്ചും അവർ അത്രയ്ക്ക് ഒരു, ഞാൻ കളിയാക്കും, നിങ്ങൾ ഇന്നലെ കല്യാണം കഴിച്ചവരാണോ എന്ന് ഞാൻ കളിയാക്കും. കാരണം അത്രയ്ക്ക് സ്നേഹത്തോടെ 2 പേര് ഇരിക്കുന്നത്. അപ്പം അച്ഛൻ പോകുമ്പോൾ ആ ഒരു വേർപാട് അമ്മ എങ്ങനെ എഫക്ട് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക്. അത് അച്ഛൻ ഒറ്റയ്ക്ക് ഉള്ളായിരുന്നു. അച്ഛൻ വീട്ടിൽ വെച്ച് തന്നെ മരിക്കുന്നത്. കുറെ പേര് ആരൊക്കെ പറഞ്ഞ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വഴിക്കാൻ മരിക്കുന്നത്. അച്ഛൻ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചത്. അച്ഛൻ സൈലന്റ് അറ്റാക്ക്. അച്ഛൻ ഉറങ്ങുമായിരുന്നു. അമ്മ അവിടെ നിൽക്കുന്ന അച്ഛന് ഏറ്റവും ഇഷ്ടം. എന്റെ അടുത്തും പറയാം, അമ്മ അവിടെ നിർത്തി, നീ അമ്മ അവിടെ നിൽക്കട്ടെ, എന്തിനാ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ, ഞാൻ അങ്ങോട്ട് വരാം, അമ്മ ഇങ്ങോട്ട് വന്നിട്ട് എന്തിനാ. അത് ഈ ഇടയ്ക്ക് നമ്മൾ മിഷൻ വാങ്ങിയില്ലേ, പൊങ്കാലയുടെ തലേ ദിവസം നമ്മൾ പോയി മിഷൻ വാങ്ങിച്ചു. അതൊക്കെ വീഡിയോ കോൾ വിളിച്ച് അച്ഛനെ കാണിച്ചപ്പോഴും അച്ഛന് ഭയങ്കര സന്തോഷമായിരുന്നു. അമ്മയുടെ കാര്യത്തിലായിരുന്നു എനിക്ക് കൂടുതൽ പല കാര്യത്തിലും ടെൻഷൻ, യാത്രയൊക്കെ ചെയ്യുമ്പോഴും. കാരണം ഒരു ദിവസം പാലാച്ചിന്റെ തലേന്ന് വരെ അമ്മയ്ക്ക് വയ്യാണ്ടായിട്ട് കൊല്ലത്ത് പോയിട്ട് തിരിച്ചു വന്ന സമയത്ത് അമ്മയ്ക്ക് ശ്വാസം മുട്ടൽ വന്നു, പേടിച്ചു പോയി. കിംസ് പെട്ടെന്ന് കാഷ്വാലിറ്റി പോയി. കാരണം അമ്മയുടെ കാര്യത്തിലായിരുന്നു എനിക്കും ടെൻഷൻ. പക്ഷെ അച്ഛനിങ്ങനെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചറിയില്ല. വേറൊന്നും പോലല്ല, അച്ഛനെ ഇല്ലാന്ന് പറയുമ്പോൾ അച്ഛനെ ഇനി കാണാൻ പറ്റത്തില്ല, അച്ഛൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. അമ്മ ഇപ്പോൾ ചില ദിവസം നമ്മുടെ പഴയ അച്ഛൻ ഉണ്ടായിരുന്ന നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് വെച്ച് കാണും. കാരണം അതൊക്കെ കാണുമ്പോൾ അച്ഛൻ നമ്മുടെ കൂടെ ഉണ്ട്, അച്ഛൻ സംസാരിക്കുന്നത് കേൾക്കാമല്ലോ. നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിൽ 1400 വീഡിയോ ഉണ്ട് മൊത്തത്തിൽ. ഈ 1400 വീഡിയോയും സത്യം പറഞ്ഞ ഓരോ ഓർമ്മകളാണ്. ഇതൊരു എല്ലാം ഒരു നമ്മുടെ ലൈഫിലെ ഓരോ വീഡിയോസും അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഓർമ്മകളാണ്. അതിപ്പോൾ അച്ഛൻ്റെ വീഡിയോകളൊക്കെ ഇപ്പോൾ എവിടെ എടുത്ത് വെച്ച് നമ്മൾ ഇവിടെ പോയ തമിഴ്നാട്ടിൽ പോയ വീഡിയോയും, അച്ഛൻ വീട് വാങ്ങാൻ നിൽക്കുന്ന വീഡിയോ, വീട് വാങ്ങാൻ കൂടെ വരുന്ന വീഡിയോസും, ഇപ്പോൾ ലാസ്റ്റ് ഞാൻ വണ്ടി കൊടുക്കുന്ന വീഡിയോയിലായാലും എല്ലാം അച്ഛൻ്റെ ഓർമ്മകളാണ്. നമുക്ക് ഇനി ആ വീഡിയോസ് എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്കത് എടുത്ത് വെച്ച് കാണാനും അച്ഛനെ കാണാനും ഒക്കെ പറ്റും. അതൊന്നും പക്ഷെ ഇപ്പൊ ആ വണ്ടി കൊടുത്ത വീഡിയോ കാണുമ്പോഴേ അച്ഛൻ എന്തോ മുൻകൂർ എല്ലാം കണ്ടതുപോലെ അതിൽ ലാസ്റ്റ് സംസാരിക്കുന്നതേ എനിക്കെന്താ അത് കാണുമ്പോ അച്ഛൻ അറിയാവുന്ന പോലും അങ്ങനെയൊക്കെ ഒരു ഫീലാ തോന്നുന്നത് മനസ്സിന്. പറയുന്നുണ്ട് അച്ഛന് വിഷമമില്ല, കാരണം ഒരാളെ ഏൽപ്പിച്ചേക്കുവാ. അപ്പൊ അച്ഛൻ എന്നെ ഏട്ടൻ്റെ ഏൽപ്പിച്ചിട്ട് അച്ഛൻ എല്ലാം കണ്ട് അച്ഛൻ ഹാപ്പിയായി. പക്ഷെ ഏക ഒരു വിഷമം എന്ന് വെച്ചാൽ അച്ഛൻ ഇത്രയും പേര് ഉണ്ടായിട്ടും അച്ഛൻ പോയത് ഒറ്റയ്ക്കാ. ഒരു സങ്കടം അമ്മയ്ക്കും ഉണ്ട്. ലാസ്റ്റ് നിമിഷം കൂടെ ഇല്ല, ഒരു വലിയ സങ്കടം എപ്പോഴും ഇങ്ങനെ അതിരുന്ന് പറയാം. ഞാൻ പറഞ്ഞു അത് നമ്മളാരും നമ്മുടെ കൂടെ നിന്ന് അങ്ങനെ അമ്മയെ ഇങ്ങനെ നമ്മളും എന്ത് പറയണം, അമ്മയ്ക്ക് ആ ഒരു സങ്കടം അത് എന്നും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അമ്മ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ചിലപ്പോ അടുത്തുണ്ടായിരുന്നെങ്കിൽ അമ്മ പോലും അറിയത്തില്ല, കാരണം അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല. സൈലന്റ് അറ്റാക്ക് അച്ഛൻ ഉറക്കത്തില്ല, അച്ഛൻ പോലും അറിഞ്ഞിട്ടില്ല. ചിലപ്പോ അമ്മ അറിയത്തില്ലായിരുന്നായിരിക്കും. എന്നാലും അവസാന നിമിഷം അച്ഛനെ ഒന്ന് കാണാനും അച്ഛനൊന്ന് നമ്മളെല്ലാവരും ഒന്ന് കാണാനും പറ്റിയില്ല. ഈ വരുന്ന 17-ാം തീയതി നമ്മൾ തൃശ്ശൂർ ഒരു യാത്രയൊക്കെ പോകാൻ വേണ്ടി നമ്മൾ എല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഒരു ക്ഷേത്രത്തിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം
എനിക്കും അച്ഛനും അമ്മയും കൊണ്ടൊക്കെ കുറേ യാത്രകളൊക്കെ പോകണം. എനിക്കൊരു വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഭയങ്കര മോട്ടിവേഷൻ അച്ഛൻ. കാരണം അച്ഛൻ പറയും ആ വണ്ടി ഞാൻ ഒരു ദിവസം കണ്ടപ്പോൾ ഓർമ്മയുണ്ട്, അച്ഛൻ എനിക്ക് വണ്ടി വാങ്ങണമെന്ന് പറയുമ്പോൾ അച്ഛൻ പറയാം ഈ വണ്ടി വാങ്ങിച്ചിട്ട് വേണം എനിക്ക് തെമ്മലയിലൊക്കെ ഒന്ന് പോകാൻ, തെമ്മലയിലൊക്കെ കൊണ്ടുപോകണോ, നമുക്കൊന്ന് പോയി കറങ്ങണോ എന്നൊക്കെ പറഞ്ഞ്. പിന്നെ അച്ഛനിൽ ഞാൻ കണ്ടൊരു ഭയങ്കര ക്വാളിറ്റി എന്ന് പറയുന്നത് എവിടെ പോയാലും അവിടുത്തെ അറിയാത്ത ആൾക്കാരാണെങ്കിൽ പോലും അവിടെ ആയിട്ട് അച്ഛൻ കൂട്ടാവുകയും അവരായിട്ട് നല്ലൊരു കോൺടാക്റ്റ് പിന്നെ ഒരു ഫ്യൂച്ചറിൽ വെക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ തന്നെ എനിക്ക് അവിടെ ആരെയും അറിയത്തില്ല. ഞാൻ നോക്കിയപ്പോൾ അച്ഛനെക്കാട്ടി ഏജ് കുറഞ്ഞ എൻ്റെ അതേ ഏജിലുള്ള കുറേ ആൾക്കാരായിട്ട് അച്ഛൻ കൂട്ടാവുകയും സംസാരിക്കുകയും അച്ഛൻ എല്ലാവരും അവരോട് ഇപ്പോഴും കോൺടാക്ട് ഉള്ളതെന്നുള്ളതാണ്. ഇപ്പോഴും അവരോട് അച്ഛൻ എല്ലാവരോടും പെട്ടെന്ന് മിണ്ടും. എന്റെ റിലേഷൻ അറിഞ്ഞപ്പോൾ പോലും എന്നെ വന്ന് വഴക്ക് പറഞ്ഞല്ലാതെ ഏട്ടനെ വിളിക്കോ ഏട്ടനോട് ഒരു വഴക്ക് പറയുകയോ ഒന്നും അച്ഛൻ ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ അടുത്ത് ഒന്നും സംസാരിച്ചിട്ടില്ല. അതായത് എവളെ ഒരു വാക്കിന്റെ ഒരു വിശ്വാസം, എന്റെ ഇഷ്ടങ്ങൾ എത്രയായാലും പണ്ടൊക്കെയാലും എന്തെന്ന് പറഞ്ഞാലും അച്ഛൻ അത് സാധിച്ചു തരും. ആദ്യം ഇല്ല എന്നൊക്കെ പറഞ്ഞാലും അച്ഛൻ അവസാനം സാധിച്ചു തരും. പിന്നെ ഞങ്ങൾ കരയുന്ന അച്ഛന് ഇഷ്ടമല്ല. ഞാനായാലും മീനുമായാലും അമ്മയായാലും കരയുന്നത് അച്ഛന് സഹിക്കാൻ പറ്റത്തില്ല. അന്ന് തന്നെ ഒരു ദിവസം ഫോൺ എൻ്റെ പിടിച്ച് വാങ്ങിച്ചു വെച്ച് ഇതറിഞ്ഞപ്പോൾ. പിന്നെ പിറ്റേന്നായപ്പോൾ തന്നു. ഒരു ദിവസം ഇങ്ങനെ തമ്മലയിൽ ഞാൻ അച്ഛനോട് എന്തോ വാങ്ങിക്കാൻ പോയിട്ട് ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു അവരെ വിളിക്കേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് വിളിച്ചത്. അച്ഛനാണ് വിളിച്ച് അങ്ങോട്ട് സംസാരിക്കുന്നത്. ഞാൻ ഇങ്ങനെ ഏട്ടനെ വിളിച്ചിട്ട് ഞാൻ ഒരാളെ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ ഡയറക്റ്റ് അങ്ങ് സംസാരിച്ചു. എനിക്കൊരു വാച്ചൊക്കെ ഗിഫ്റ്റ് ചെയ്തു. കല്യാണത്തിന് മുന്നേ. അത് അമ്മ പോലും അറിയത്തില്ല. അച്ഛൻ എല്ലാവരുമായിട്ട് സഹകരിക്കാനും എല്ലാവരുമായിട്ട് മിണ്ടാനും സ്ഥലങ്ങളിലൊക്കെ പോകാനും അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മളെ വിശ്വസിച്ച് എഗ്രിമെൻറ്റ് ചെയ്ത കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പം മന്ത്ലി ഇപ്പം കുറേ ബ്രാൻഡ്സ് ഹിമാലയ അങ്ങനത്തെ മാമാർത്ത് കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ഒരു സിറ്റുവേഷൻ അറിഞ്ഞിട്ടെല്ലാം നമ്മുടെ കൂടെ നിൽക്കുകയും എല്ലാം പോസ്റ്റ്പോൺ ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമുക്ക് നേരത്തെ എടുത്തു വെച്ച കുറച്ച് വീഡിയോസൊക്കെ ആയിരിക്കും നമ്മുടെ ചാനലിൽ ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ഒരു പോസ്റ്റ് കണ്ടിട്ട് അതിൽ നിങ്ങളുടെ ഒരുപാട് പേരുടെ കമൻറ്റ് കണ്ടു. അപ്പോൾ അച്ഛനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുറച്ച് വീഡിയോസിലൊക്കെ ഉള്ളൂ അച്ഛൻ അല്ലേ, നമ്മൾ ഈ ഇടയ്ക്കായിട്ടുള്ള. അപ്പം നിങ്ങൾക്കും അത്രത്തോളം അത് വിഷമമായിട്ടുണ്ടാകും. കമൻസ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി. അപ്പം അച്ഛന് വേണ്ടി പ്രാർത്ഥിച്ചതും അച്ഛനെ സ്നേഹിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്താറുണ്ട്.